കലിപ്പൻ പോലീസിന്റെ കാന്താരി പെണ്ണ്. രചന ഭാവയാമി ഭാമി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന ഊഞ്ഞേരി. അവൾ കാത്തിരുന്ന ദിവസം വന്നെത്തി. തങ്ങളുടെ കുടുംബക്ഷേത്രമായ മേലേപ്പാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം നടത്താൻ ഏർപ്പാട് ചെയ്തിരുന്നത്. 10 മണി കഴിഞ്ഞു. 10:30 മുഹൂർത്തം. അധികം ആരെയും ക്ഷണിച്ചിരുന്നില്ലെങ്കിൽ പോലും കുടുംബക്കാരെല്ലാവരെയും ഈ വിവാഹത്തിനു വേണ്ടി ദേവകിയമ്മ ക്ഷണിച്ചിരുന്നു. വിട്ടുപോവാതെ 2-3 അയൽക്കാരെയും. മഹാവിഷ്ണുവിന്റെ ശ്രീകോവിലിന് മുമ്പിലായിരുന്നു വിവാഹ കതിർമണ്ഡപം ഒരുക്കിയിരുന്നത്. ഒരുപാട് ആഡംബരമില്ലെങ്കിൽ പോലും അതൊരു നല്ല കൊച്ചു വിവാഹ ഒരുക്കം തന്നെയായിരുന്നു. കതിർമണ്ഡപത്തിന് മുന്നിലായി ഒരുക്കിയിട്ടിരുന്ന കസേരകളിൽ ക്ഷണിച്ചവർ സ്ഥാനം പിടിച്ചിരുന്നു. പോയ കോടാലികളാണ് കുടുംബക്കാരെങ്കിലും പുച്ഛം സംസാരമുണ്ടായിരുന്നു. മേലേപ്പാട്ട് ദേവി നമുക്ക് ഭാഗ്യമുണ്ട്, ഇത്രയും പ്രായമുള്ള മകനൊരു കൊച്ചു പെണ്ണിനെ കിട്ടിയില്ലേ, പൂർവജന്മ സുഹൃതം. അസൂയെ കുത്തിയിട്ടായാലും ഓരോ വായിൽ നിന്ന് വീഴുന്ന കേട്ട് ദേവിയമ്മക്ക് ശരിയാണ് വന്നു. എന്നാൽ കതിർമണ്ഡപത്തിലെ കാര്യങ്ങൾ ഓടി നടന്ന് ചെയ്തിരുന്ന വിശ്വനാണ് കൂട്ടിന് ആനന്ദും. നന്ദുവിനെ ക്ഷണിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല, ആനന്ദ് ഒഴികെ. അമ്പലത്തിന്റെ ഒരു സൈഡിൽ ഊട്ടുപുരക്കപ്പുറമായി വരനും വധുവിനുള്ള റൂം ഒരുക്കിയിരുന്നു. വിവാഹ മുഹൂർത്തം അടുക്കും തോറും നന്ദുവിനൊരു വിറയൽ തന്നെ അനുഭവപ്പെട്ടു. പക്ഷേ നാണക്കേടാണ്. കാരണം താനൊരു SP ആണ്, ഉയർന്ന പോസ്റ്റിലുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. അങ്ങനെയുള്ള താൻ താലി കെട്ടാൻ നേരം കൈവറച്ചാൽ മാനം കപ്പലേറി തന്നെ. ആ വിവാഹവേഷത്തിൽ അവൻ അടിമുടി വെട്ടിവിയർത്തു പോയി. എന്നാൽ ഇതിന് വിപരീതമായി നമ്മുടെ പെണ്ണാനു ആടിപ്പാടി സന്തോഷമായിരിക്കായിരുന്നു കല്യാണ പെണ്ണ് കൂട്ടിനമ്മു. ഒരു ചുവന്ന കളർ പട്ടിന്റെ ധാവണിയും ഡാർക്ക് ഗ്രീൻ കളർ പാവാടയും ബ്ലൗസും മാച്ചിങ് ഓർണമെന്റ്സും തലയിൽ മുല്ലപ്പൂവും, ഇതായിരുന്നു അമ്മുവിന്റെ വേഷം. രണ്ടാളും ഫോണിൽ റീൽസ് എടുത്ത് കളിക്കുകയായിരുന്നു. എന്നാൽ എടുത്തിരുന്ന റീലുകൾ അമ്മു ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനും മറന്നിരുന്നില്ല. പെട്ടെന്നായിരുന്നു പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന തിരുമേനി പറഞ്ഞ്, മുഹൂർത്തത്തിന് സമയമായി, കുട്ടികളെ വിളിച്ചോളൂ. ഇത് കേട്ടൊന്ന് ആനന്ദ് പെട്ടെന്ന് നന്ദുവിനെ വിളിക്കാനായി അവനിരുന്ന റൂമിലേക്ക് പോയി. റൂമിലേക്ക് ചെന്ന ആനന്ദ് നന്ദുവിന്റെ ഇരിപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചു. ശേഷം ചോദിച്ചു, എന്തുപറ്റി, മുഖാകെ വല്ലാണ്ടിരിക്കുന്നു? ആനന്ദിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒരു നിമിഷം നന്ദു മിണ്ടാ നിന്നു. പിന്നീട് പറഞ്ഞു, കല്യാണം കഴിയാൻ പോലെ അതിൻ്റെ ഒരു ടെൻഷൻ. എന്നാൽ ആനന്ദ് സ്വകാര്യമായി നന്ദുവിന്റെ ചെവിയിൽ പറഞ്ഞു, നീ ഇപ്പോഴേ ടെൻഷൻ അടിക്കണ്ട, ആ ടെൻഷൻ രാത്രി മതി. പിന്നെ കൊച്ചു വേണ്ട, കാര്യങ്ങളൊക്കെ ഒരു മയത്തിൽ മതി. അത് ഞാൻ SP പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. കാര്യം മനസ്സിലായതുപോലെ നന്ദുവിനെ രൂക്ഷമായി നോക്കിയിട്ട് എന്തെങ്കിലും അടിക്കാൻ കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് അവൻ താഴേക്ക് നോക്കി. ഇത് കണ്ട ആനന്ദ് പറഞ്ഞു, വേണ്ട പറഞ്ഞു തിരിച്ചെടുത്തു. മുഹൂർത്തായി, മണ്ഡപത്തിലേക്ക് നിന്നെ വിളിക്കുന്നുണ്ട്. ആനന്ദിന്റെ കൂടെ നന്ദു ശ്രീകോവിന്റെ മുമ്പിലെത്തി. മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ യുദ്ധത്തിന് പോകുന്ന പ്രതീതിയായിരുന്നു. മണ്ഡപത്തിലെ നാദസ്വരവും തകിലും കൊട്ടുന്നതിനേക്കാൾ വലിയ ശബ്ദത്തിൽ തന്നെയായിരുന്നു നന്ദുവിന്റെ നെഞ്ചി ഇടിച്ചുകൊണ്ടിരുന്നത്. തന്റെ ജീവിതത്തിൽ ഇങ്ങനൊരു ദിവസം ഉണ്ടാവുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നല്ല. പെട്ടെന്നായിരുന്നു ദേവകിയമ്മ മുന്നിലേക്ക് വന്ന് അവന്റെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് ഇരുത്തിയത്. ശേഷം ദേവകിയമ്മ വിശ്വനോടായി പറഞ്ഞു, അനുമോളെ വിളിച്ചോളൂ. എന്നാൽ ഇതേ സമയം അനുവാമ്മവും കൂടി ഒരു ടപ്പാങ്കൂത്ത് പാടിന് ചൂട് വെച്ച് റീൽസ് എടുക്കുകയായിരുന്നു. ഇത് കണ്ടുകൊണ്ടായിരുന്നു വിശ്വൻ ആ റൂമിലേക്ക് ചെന്ന് കയറിയത്. ഒരു നിമിഷം അയാൾ ചിന്തിച്ചു പോയി, ദൈവമേ, നന്ദുവിന്റെ കാര്യം കട്ടപ്പുക. ഇതിനെയാണല്ലോ ഞാൻ ആ സാധനത്തിനെ ഏൽപ്പിക്കുന്നത്. ഇവൾ എന്നെ പറയിപ്പിക്കും. അനുവിനെ വിളിക്കാൻ വന്ന വിശ്വത്തിനെ കാണാത്തതുകൊണ്ട് ആനന്ദോടേക്ക് വന്നു. അവിടെ കണ്ട കാഴ്ചകൾ ആനന്ദിലും ചിരി വിടർത്തി. ഒരു നിമിഷം അവൻ ചിന്തിച്ചു പോയി. ഒരുത്തൻ അവിടെ നെഞ്ചു പൊളിഞ്ഞിരിക്കുന്നു, ഇവിടെ ഒരുത്തി ഡാൻസ് കളിച്ച് മറിക്കുന്നു. ദൈവമേ, രണ്ടിനെയും നീ തന്നെ കാത്തോണേ, ഏനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്നാൽ വാതിൽക്കൽ നിൽക്കുന്നവരെ കണ്ട് അനു അമ്മു ഒന്ന് നാണിച്ചിരിച്ചു. ആ സമയം കൊണ്ട് തന്നെ അമ്മു ആ റീലെടുത്ത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടു. മുറിയിലേക്ക് വന്ന വിശ്വം തന്റെ മകളോട് പറഞ്ഞു, മോളെ, ഇന്ന് നിന്റെ വിവാഹ. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ മറ്റൊരാൾ കൂടിയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടു വേണം ചെയ്യാൻ. തമാശയും കളിയൊക്കെ ആവാം, പക്ഷെ അത് അവൻ്റെ ഇഷ്ടം കൂടി നോക്കിയിട്ട് വേണം. അവനെങ്ങനെയാണോ അവൻ്റെ രീതിക്കനുസരിച്ച് വേണം ഇനി മുതൽ നീ ജീവിക്കാൻ. ഇതൊക്കെ പറഞ്ഞു തരാൻ നിന്റെ അമ്മ ജീവിച്ചിരിപ്പില്ല. നീ ഇതെല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന ഈ അച്ഛനറിയാം. എങ്കിലും അച്ഛനൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഇതെല്ലാം കണ്ടിരുന്ന ആനന്ദിന്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ചിരിയോടെയായിരുന്നു ആനന്ദ് അവരോടായി പറഞ്ഞു, മുഹൂർത്തത്തിന് സമയമായി, മണ്ഡപത്തിലേക്ക് പോവാം. അഷ്ടമാംഗല്യവും എടുത്ത് തൻ്റെ അച്ഛൻ്റെ കൈയും പിടിച്ച് അമ്പലനടയിലേക്ക് വരുന്ന അവളെ ആ സദസ്സിലിരുന്ന് എല്ലാവരും ഉറ്റുനോയിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ അമ്പരപ്പായിരുന്നു. ദേവത പോലൊരു കൊച്ചു പെണ്ണ്, അതീവ സുന്ദരി. ദൂരെ നിന്ന് നടന്നു വരുന്ന അവളുടെ കണ്ണുകൾ നന്ദുവിൽ മാത്രമായിരുന്നു. അന്ന് ആദ്യമായി അവനിങ്ങനെ ഒരു വേഷത്തിൽ അവൾ കാണുന്നു. അത്രയും ഭംഗിയുണ്ടായിരുന്നു അവനിൽ. സ്വർണ്ണക്കസവിന്റെ കരയുള്ള മുണ്ടും ക്രീം കളർ കല്യാണ ഷർട്ടും അവനിലെ പുരുഷനെ സുന്ദരനാക്കിയിരുന്നു. ആ നെറ്റിയിലെ ചന്ദനക്കുറി അവന്റെ ആ നിറത്തെ എടുത്തു കാട്ടിയിരുന്നു. കതിർമണ്ഡപത്തിൽ വന്ന അച്ഛനും ദേവകിയമ്മക്കും ദക്ഷിണ കൊടുത്ത അവളും കതിർമണ്ഡപത്തിലേക്ക് കയറി അവൻ അരിയിലായിരുന്നു. ഇത്രയും നേരം താൻ അനുഭവിച്ച സന്തോഷം ആഹ്ലാദത്തിനപ്പുറം മറ്റെന്തോ ഒരു ടെൻഷൻ വന്ന് തന്നെ പൊതിയുന്നതായി അവൾക്ക് തോന്നി. കതിർമണ്ഡപത്തിലിരിക്കുന്ന അവൾ അടുത്തിരുന്ന് അവനെ ശ്രദ്ധിച്ചെങ്കിലും ഒരു നോട്ടം കൊണ്ടുപോലും അവൻ തന്നെ കടാക്ഷിക്കുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ദേഷ്യം പതിയിലും കൂടിയിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി.
പൂജിച്ചു കൊടുത്ത താലിച്ചരടിൽ കോർത്ത ആലിലെ താലി വാങ്ങിയപ്പോൾ അവന്റെ കൈയൊന്നും അറിയാതെ വിറച്ചുപോയി. മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും തനിക്ക് സാധിക്കുന്നില്ലെന്ന് അവൻ മനസ്സിലാക്കി. ഗൺഷൂട്ട് നടത്തുമ്പോഴും ക്രിമിനലുകളെ കുനിച്ചിർത്തി ഇടിക്കുമ്പോഴും തന്റെ കൈക്കുണ്ടാവാത്ത വിറയിൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആയുധം ഈ താലി തന്നെയാണെന്ന് അവന് മനസ്സിലായി. അനുവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിലെ ഏറ്റവും മർമ്മപ്രധാനമായ മുഹൂർത്തം ഇത് തന്നെയാണെന്ന് അവൾ ഉറപ്പിച്ചു. താൻ ആഗ്രഹിച്ചിരുന്ന ആൾ തനിക്കും തന്നെ അയാൾക്കും സ്വന്തമാക്കുന്ന നിമിഷം. നാദസ്വരം കെട്ടിമേളം ഉയർന്ന സമയം തന്നെ നന്ദു അനുവിന്റെ കഴുത്തിലേക്ക് താലികെട്ടി സ്വന്തമാക്കിയിരുന്നു. എങ്കിലും അവന്റെ ഒരു നോട്ടാവളിലെത്താൻ അവൾ വല്ലാതെ ആഗ്രഹിച്ചു പോയി. വിശ്വൻ എടുത്തു കൊടുത്ത മാല നന്ദുവിന്റെ കഴുത്തിലണിഞ്ഞതും അവനും തിരിച്ച് തുളസിമാലയും സ്വർണത്തിന്റെ ഒരു ചെയിനും അവളുടെ കഴുത്തിലേക്ക് ഇട്ടിരുന്നു. നന്ദുവിന്റെ പെങ്ങളുടെ സ്ഥാനം അലങ്കരിച്ച അമ്മു തന്നെയായിരുന്നു. അതിനാൽ ഒരു കുങ്കുമച്ചെപ്പ് അവന്റെ നേർക്ക് അവൾ നീട്ടി. അനുവിന്റെ നെറുകയിൽ അണിച്ചു കൊടുക്കാൻ അമ്മു ആവശ്യപ്പെട്ടു. ഒരു നിമിഷം ചിന്തിച്ച ശേഷം ഒരു നുള്ളു സിന്ദൂരമെടുത്ത് അനുവിന്റെ നെറുകയിൽ നന്ദു ചുവപ്പിച്ചു കൊടുത്തു. തന്റെ ജീവനും ജീവിതവും ഇനി അവളാണെന്നുള്ള ചുമന്ന അടയാളം അവളിലേക്ക് പതിപ്പിച്ച് കഴിഞ്ഞിരുന്നു അവൻ. വിശ്വൻ കതിർമണ്ഡപത്തിലേക്ക് കയറുന്നുകൊണ്ട് ഒരു വെറ്റില നന്ദുവിന്റെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് അവനെ ഏൽപ്പിച്ചിരുന്നു. അപ്പോൾ ആ അച്ഛൻ സന്തോഷത്താൽ കണ്ണു നിറഞ്ഞുപോയി. തന്റെ മകളെ സുരക്ഷിതമായ കൈകളിലാണ് താൻ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന ചിന്തയും അയാളിൽ ഉണർന്നു. താലികെട്ടിന് ശേഷം എല്ലാവരും സദ്യ കഴിക്കാൻ അമ്പലത്തിന്റെ സദ്യാലയത്തിലേക്ക് പോയെങ്കിലും ചെറിയൊരു ഫോട്ടോ സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഇടയ്ക്കിപ്പോഴും തന്റെ ഫോൺ റിങ്ങിന്ന് കേട്ട് അവൻ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നതിനിടയിലാണ് അറിയാതെ അവന്റെ കണ്ണുകൾ അനുവിലേക്ക് എത്തിപ്പെട്ടത്. ഒരു നിമിഷം പകച്ചു പോയവൻ. ആദ്യമായിട്ടാണ് അവൻ അങ്ങനെ ഒരു വേഷത്തിൽ അവളെ കാണുന്നത് തന്നെ. ഡാർക്ക് പിങ്ക് ബ്രൈഡൽ സാരിയിൽ അവൾ സുന്ദരിയായിരുന്നു. മിതമായുള്ള ആഭരണങ്ങളും തലയിലെ മുല്ലപ്പൂവും ചുണ്ടിലെ ലിപ്സ്റ്റിക്കും അവളൊരു ദേവകന്യയാണെന്ന് പോലും തോന്നിപ്പോയി. വാലിട്ടെഴുതിയ അവളുടെ പീലിക്കണ്ണുകൾ കണ്ടതും അവന്റെ ഹൃദയം ഒന്ന് പിടച്ചു. മറ്റെന്തോ ഒരു വികാരം അവനിൽ ഉണർന്ന പോലെ അവന് തോന്നിപ്പോയി. ഒരു നിമിഷം താൻ ഫോണിൽ സംസാരിക്കുകയാണെന്ന് പോലും അവൻ മറന്നുപോയിരുന്നു. കണ്ണുകൾ പെട്ടെന്ന് വലിച്ചെടുത്തുകൊണ്ടായിരുന്നു അവൻ ഫോണിലെ സംസാരം തുടർന്ന്. സദ്യ കഴിച്ചുകഴിഞ്ഞ് മേലെപ്പാട്ടേക്ക് വന്നിറങ്ങുമ്പോൾ ആരതി ഒഴിഞ്ഞ നിലവിളക്കും കൊടുത്തായിരുന്നു വധൂവരന്മാരകത്തേക്ക് സ്വീകരിച്ച്. ചടങ്ങെല്ലാം മുറ പോലെ തന്നെ നടത്തി. പാലും പഴവുമായി വന്ന ദേവകിയമ്മയെ കണ്ടതും ദേഷ്യം കടിച്ചു പിടിച്ചിരുന്നു അവൻ കുടിച്ചപ്പോൾ ഗ്ലാസ് അവൾക്ക് കൈമാറുമ്പോഴും ഒരു കഷ്ണം പഴം അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോഴും അവന്റെ മനസ്സ് കലുഷിതമായിരുന്നു. ചടങ്ങുകൾ തീർന്നും അവൻ എഴുന്നേറ്റ് മുറിയിലേക്ക് കാറ്റുപോലൊരു പോക്കായിരുന്നു. മുറിയിൽ ചെന്നതും കഥകടച്ചൊരു നിമിഷം അവൻ നിന്നു. ഇന്നു മുതൽ ഈ മുറിക്കും തനിക്കും ഒരു അവകാശി കൂടി. എത്ര നാളിങ്ങനെ? അവനൊന്ന് ഉഴലിപ്പോയി. ടൗലും എടുത്ത് ബാത്റൂമിലേക്ക് ഫ്രഷ് ആവാൻ വേണ്ടി കയറിപ്പോയപ്പോഴായിരുന്നു അനുവിനെയും കൂട്ടി അമ്മു ആ മുറിയിലേക്ക് വന്നത്. പലതവണ താൻ ഈ മുറിയിൽ കയറിയിട്ടുണ്ടെങ്കിലും അന്നൊന്നുമില്ലാത്തൊരു ടെൻഷനും പരവേശവും അന്നത്തെ ദിവസം അവൾക്ക് തോന്നിയിരുന്നു. അല്ലെങ്കിലും പെൺകുട്ടികൾക്ക് എത്ര അടുത്ത് പരിചയമുള്ള വീടാണെങ്കിലും ആ വീട്ടിലെ മരുമകളായി വരുന്നതെങ്കിൽ ആ വീട് ഒരു അന്യമായി തന്നെ തോന്നും. തനിക്കിപ്പോൾ തോന്നുന്ന പോലെ അമ്മ അവളെ സഹായിക്കാൻ തുടങ്ങി. തലയിലെ ഹെയർ പിന്നുകൾ ഓരോന്നായി ഊരിവെച്ച് മുല്ലപ്പൂക്കൾ മാറ്റിയപ്പോൾ തന്നെ പകുതി തലവേദനയ്ക്കോ ആശ്വാസം തോന്നി അവൾക്ക്. കഴുത്തിലെ താലിച്ചരടും മാലയും കൈകളിൽ 2 വളയും ഇട്ടതിന് ശേഷം ബാക്കി ആഭരണങ്ങളെല്ലാം അവൾ ഊരി മാറ്റിയിരുന്നു. ബ്രൈഡൽ സാരിയിലെ പിന്നുകൾ ഓരോന്നും അമ്മ അഴിച്ചെടുത്തു. സാരി പൂർണ്ണമായി ഉരിഞ്ഞു. അമ്മ ബെഡിലേക്ക് ഇരുന്നു. സാരിയിൽ നിന്ന് മോചനം വന്നാനു ഒന്ന് ദീർഘശ്വാസം എടുത്തു. പെട്ടെന്നായിരുന്നു ബാത്റൂം ഡോർ തുറന്ന് നന്ദു പുറത്തേക്ക് വന്നത്. അവിടെ കണ്ട കാഴ്ച നന്ദു എന്ത് ചെയ്യണമെന്നറിയാൻ നിന്നു. എന്നാൽ അമ്മുവിന്റെയും അനുവിന്റെയും കിളികൾ പറന്നുപോയി. ഒരു നിമിഷത്തിന് ശേഷം ബോധം വന്നാനു അമ്മുവിന്റെ പുറകിലേക്കായി മറിഞ്ഞു നിന്നു. നന്ദു എങ്ങനെയോ അലമാരിൽ നിന്നൊരു വൈറ്റ് ബനിയനും ബ്ലാക്ക് ട്രാക്ക് പാന്റും എടുത്ത് ബാത്റൂമിലേക്ക് തന്നെ തിരികെ പോയി. ശേഷം ഡ്രസ്സ് മാറി അവൻ ഡോർ തുറന്ന് വന്നു. തന്റെ ടീപ്പോയിൽ നിന്ന് അവന്റെ ബുള്ളറ്റിന്റെ ചാവിയും എടുത്ത് പുറത്തേക്ക് പോയി. അപ്പോഴാണ് നന്ദുവിന്റെയും അമ്മുവിന്റെയും ശ്വാസം ഒന്ന് നേരെ വീണത്. ആശ്വാസായി. ആ കാലം പോയടി. പെട്ടെന്നാണ് അമ്മുവിന് അബദ്ധം പടഞ്ഞ മനസ്സിലായത്. ഇന്ന് രാവിലെ 10 മണി വരെ അയാൾ അനുവിന് കാലമാടനായിരുന്നു. എന്നാൽ 10 മണി കഴിഞ്ഞ് കാലമാടൻ എന്ന പേര് മാറി ഭർത്താവ് എന്ന പേരാണ്. തന്നെ കൂർപ്പിച്ച് നോക്കുന്ന അനുവിന്റെ മുഖം കണ്ടപ്പോൾ അമ്മുവിന് ചിരിയാണ് വന്ന്. അനുവിനെ ഭയപ്പെടുന്ന രീതിയിൽ അമ്മു പറഞ്ഞു, നീ നോക്കണ്ട, നിന്റെ കെട്ടിയവനല്ല ഞാൻ വിളിച്ച്, എന്റെ ചേട്ടനെയാ. നീ അങ്ങേര് എന്ത് വേണമെന്ന് വിളിച്ചോടി, ചീത്ത വിളിക്കാണ്ടിരുന്ന മതി എന്ന് പറയുന്ന അനുവിനെ ഒരു കൗതുകത്തോടെ നോക്കി നിന്നു അമ്മു. ഇന്നലെ വരെ തന്റെ പ്രിയ കൂട്ടുകാരിയായിരുന്നു അവൾ. എന്നാൽ ഇന്നോ തന്റെ ഏട്ടന്റെ ഭാര്യ. ഇനി മുതൽ അവളെ തനിക്ക് പഴയതുപോലെ കിട്ടില്ല. കാരണം അവൾക്കൊരു അവകാശി വന്നിരിക്കുന്നു. പെട്ടെന്ന് അനു ഫ്രഷ് ആവാൻ ടവലെടുത്ത് ബാത്റൂമിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം ബൈക്കിന്റെ ചാവിയുമായി താഴേക്ക് പോയ നന്ദുവിനെ ആനന്ദ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നീ ഇതെവിടേക്ക് ഈ സമയത്ത്? ഇവിടെ നീ ഇപ്പോൾ വേണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് താക്കോൽ പിടിച്ചു വാങ്ങാൻ ആനന്ദ് ശ്രമിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയതും ആനന്ദ് ആ ബുള്ളറ്റിന്റെ പുറകെ ചാടി കയറിയിരുന്നു. പൊടിയും പറപ്പിച്ചുകൊണ്ടായിരുന്നു ആ ബുള്ളറ്റ് ചീറിപ്പാൻ ഞാൻ മുറ്റത്തു നിന്നും പോയത്. കല്യാണം കഴിഞ്ഞപ്പോൾ ബന്ധുക്കളെല്ലാം പോയിരുന്നെങ്കിലും അലറ ചില്ലറ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ സന്ധ്യയോടെ തന്നെ എല്ലാവരും സ്ഥലം വിട്ടിരുന്നു. അമ്മുവിനെയും കൂട്ടി അവളുടെ അച്ഛനും അമ്മയും സന്ധ്യയ്ക്ക് തന്നെ അവിടെ തിരിച്ചിരുന്നു.
അമ്മു പോകുന്നതിന് മുമ്പേ അനുവിന്റെ ചെവിയിൽ പറഞ്ഞു. ഫസ്റ്റ് നൈറ്റിന് എല്ലാവിധ ആശംസകളും. അനു അത് കേട്ടതും ഒന്ന് പുളകിതയായി ചിരിച്ചു. രാത്രി ഏറെ വൈകിട്ടായിരുന്നു നന്ദു വീട്ടിൽ തിരിച്ചെത്തിയിരുന്നത്. സമയം 10 കഴിഞ്ഞെങ്കിലും അവനെ കാത്തിരിക്കുകയായിരുന്നു അവിടെ എല്ലാവരും. ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. അതിൽ നിന്ന് തന്നെ അവൻ എത്രമാത്രം ദേഷ്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. വിഷുവിനൊരു പകപ്പോടെ തന്നെയാണ് ദേവകി അമ്മയെ നോക്കിയത്. അവൻ കഴിച്ചാടാ, അതുകൊണ്ട് വാ നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ 3 പേരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും അനുവിന്റെ മനസ്സ് വല്ലാതെ കുഴഞ്ഞുകൊണ്ടേയിരുന്നു. തന്റെ അരികിൽ നിന്ന് ഭക്ഷണം കഴിക്കേണ്ടയാൾ ഭക്ഷണം തന്നെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു. കഴിച്ചു കഴിഞ്ഞതും ദേവകിയമ്മ അനുവിനൊരു സെറ്റ് മുണ്ട് ഇടിയിപ്പിച്ച് തലയിൽ മുല്ലപ്പൂവും ചൂടി ഒരു ഗ്ലാസ് പാലുമായി നന്ദുവിനെ മുറിയിലേക്ക് അയച്ചു. നെഞ്ചിടിപ്പുമായി ആ മുറിയുടെ വാതിലിൽ നിൽക്കുമ്പോഴും അവൾ 2 വട്ടം ആലോചിച്ചു, കയറണോ വേണ്ടയോ എന്ന്. കയറിയല്ലേ പറ്റൂ എന്ന് ചിന്തിച്ചുകൊണ്ട് വാതിൽ തുറന്ന് അവൾ അകത്തേക്ക് കയറി. കയറിയതും കണ്ട് ബെഡിലിരുന്ന് പുസ്തകം വായിക്കുന്നവനെ അവൾ റൂമിലേക്ക് വന്നവൻ പറഞ്ഞു അവളോട്, ആ ഡോർ ലോക്ക് ചെയ്തേക്ക്. ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞു വന്ന് ആ പാല് ഗ്ലാസ് അവൾ അവന് നേരെ നീട്ടി. ഇത് കണ്ടത് അരിശം കയറി അവൻ അവളോട് ചോദിച്ചു, നിന്റെ അച്ഛനോടെ? ഒന്നും മനസ്സിലാവാത്ത പോലെ അനു പറഞ്ഞു, താഴെയുണ്ട്. എന്തേ? ഈ പാലുകൊണ്ട് നിന്റെ അച്ഛന് കൊടുക്ക്. അവൾ വന്നിരിക്കുന്നു. ആദ്യ രാത്രി ആഘോഷിക്കാൻ സാരിയും ചുറ്റി. മേലാൽ ഈ കോപ്പറാൻ കളിച്ചെന്റെ മുന്നിലേക്ക് വന്നാ അടിച്ച് അണപ്പല് തെറിപ്പിക്കും ഞാൻ. മനസ്സിലാവടി? പിന്നെ നീ കേൾക്കാൻ വേണ്ടി ഒരു കാര്യം, താലി കെട്ടിയെന്നും പറഞ്ഞു എന്റെ നേരെ ഭാര്യയുടെ അവകാശങ്ങൾ ചോദിച്ചു വന്നാ അന്ന് ഈ റൂമിന് പുറത്തതിന്റെ സ്ഥാനം. ഓ, അപ്പൊ നീ വിചാരിക്കും ഇപ്പൊ ഇവിടെ അതിന്റെ സ്ഥാനം എന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ആ റൂമിന്റെ സൈഡിലായി കിടക്കുന്ന സെറ്റിലേക്ക് അയച്ചുകൊണ്ടിക്കൊണ്ട് പറഞ്ഞു, അതാണ് ഈ മുറിയിൽ നിന്റെ സ്ഥാനം. ഒന്നും ഞെട്ടിയെങ്കിലും ആ ഞെട്ടിൽ പുറത്ത് കാണിക്കാതെ തന്നെ അവൾ ആ പാൽ ഗ്ലാസ് ടേബിൾ വെച്ച ശേഷം കട്ടിൽ നിന്നൊരു പില്ലോ ഒരു ബെഡ്ഷീറ്റും എടുത്ത് സെറ്റിയിലേക്ക് പോയി. 2 പേര് 2 വശത്തായി 2 കട്ടിൽ കിടക്കുമ്പോഴും അവളുടെ മനസ്സ് കലുഷിതമായിരുന്നു. എന്നാൽ നന്ദു അന്നത്തെ രാത്രി സുഖമായി തന്നെ ഉറങ്ങി. തലേന്ന് ഉറക്ക ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ നന്ദു താമസിച്ചാണ് എഴുന്നേറ്റത്. എഴുന്നേറ്റ് ഫ്രഷായി യൂണിഫോം ഇട്ട് താഴേക്ക് വരുന്നവനെ എല്ലാവരും അതിശയത്തോടെ തന്നെ നോക്കി നിന്നു. ഭക്ഷണം കഴിക്കാൻ ടേബിളിലേക്ക് ഇരുന്നാണ്ട് ദേവകിയമ്മ ചോദിച്ചു, എന്താ മോനെ ഇത്? ഇന്നലെ അല്ലേ കല്യാണം കഴിഞ്ഞ്? 2 ദിവസമെങ്കിലും നിനക്ക് ലീവ് എടുത്തുകൂടെ? പെണ്ണ് കിട്ടിയെന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ ജോലിയുടെ നോക്കുമോ? ഞാനൊരു പോലീസ് ഓഫീസറാ, ഉത്തരവാദിത്തപ്പെട്ട ജോലിയാ. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, അതിലാരും ഇടപെടരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകുന്നവനെ അനുവും നോക്കി നിന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എന്നും ആ മുറിയിൽ അവർ 2 പേരും 2 വശത്ത് 2 വ്യക്തികൾ തന്നെയാണ്. 2 പേരും തമ്മിലുള്ള അകൽച്ച കൂടിയെന്നല്ലാതെ ഒരു നോക്ക് പോലും പരസ്പരം ഇരുവരും നോക്കിയിരുന്നില്ല, ഇടപെട്ടിരുന്നുമില്ല. അനുവിന് മാനസികമായി തന്നെ വിഷമം തോന്നി തുടങ്ങിയിരുന്നു. താലികെട്ടിയ പുരുഷൻ തന്നെയൊന്നും നോക്കുകൂടി ചെയ്യുന്നില്ലെന്നും ഇതെന്തൊരു ജീവിതമാണെന്ന് പോലും അവൾ ചിന്തിച്ചു പോയിരുന്നു. എന്നാൽ നമ്മുടെ നന്ദുവിന് ആവശ്യം അത് തന്നെയായിരുന്നു. എന്തു പറഞ്ഞാൽ അവളൊരു പെണ്ണല്ലേ. ഭർത്താവിൽ നിന്ന് കിട്ടണമെന്നും കിട്ടാതിരിക്കുമ്പോൾ മറ്റു പെൺകുട്ടികൾ ചെയ്യുന്ന പോലെ അവളും ചെയ്യുമെന്ന് അവൻ വിചാരിച്ചു, തന്നെ ഉപേക്ഷിച്ചു പോകുമെന്ന്. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. അമ്മുവാനും കോളേജ് ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരുന്നു. കോളേജിൽ നടക്കുന്ന സകല കാര്യങ്ങളും ഇരുവരും ദേവകിയമ്മയോട് പറയുന്ന പതിവായിരുന്നു. ഫസ്റ്റ് ഇയറിൽ നിന്ന് 2 പേരും സെക്കൻഡ് ഇയറിലേക്ക് പോയപ്പോഴും ഉയർന്ന മാർക്കുകൾ കരസ്ഥമാക്കിയപ്പോഴും ഇരുവരും ഒരുപാട് സന്തോഷിച്ചിരുന്നു. ആ സന്തോഷത്തിൽ ദേവകിയമ്മയും പങ്കുകൊണ്ടിരുന്നു. നന്ദുവിന്റെ കാര്യങ്ങൾ കൃത്യമായി അവളെല്ലാം ചെയ്തു കൊടുത്തിരുന്നെങ്കിലും നന്ദുവിന്റെ മുമ്പിൽ പോവാനോ അവനോട് സംസാരിക്കാനോ അവന്റെ കാര്യങ്ങൾ ഇടപെടാനോ അവൾ തുനിഞ്ഞിരുന്നില്ല. അവരിപ്പോഴും ആ മുറിയിൽ അന്യർ തന്നെയായിരുന്നു. മാസത്തിൽ 4 ദിവസം അനുവിന്റെ ചുവന്ന ദിവസങ്ങളിൽ നന്ദു ഒരുപാട് സന്തോഷവാനായിരുന്നു. അവളെ മുറിയിൽ നിന്നും പുറത്താക്കാനുള്ള ഏക വഴി അതുമാത്രമാണെന്ന് അവന് തോന്നിപ്പോയി. അനുവിനോട് വല്ലാത്ത വെറുപ്പായിരുന്നു അവന്. തന്റെ ഇഷ്ടമില്ലാതെ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവൾ എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് തന്നെയായിരുന്നു അവൻ ചിന്തിച്ചിരുന്നത്. അത് വ്യക്തമായി തന്നെ അനുവിന് അറിയാമായിരുന്നു. ഒരു ദിവസം നന്ദു ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി നേരത്തെ യൂണിഫോം ഇട്ട് ഭക്ഷണം കഴിക്കാൻ ടേബിൾ ചെയറിൽ ഇരുന്നപ്പോഴായിരുന്നു പടികൾ ഓടിയിറങ്ങി വരുന്ന അനുവിനെ കാണുന്നത്. ബാഗുള്ളത് കൊണ്ട് കോളേജിൽ പോകാനുള്ള ലക്ഷണം തന്നെയാണെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. ഭക്ഷണം കഴിക്കാതെ ഇറങ്ങി ഓടുന്നവളെ ദേവകിയമ്മ വിളിച്ചു. വിശപ്പില്ല, ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നടന്നു. നീ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എടുത്തോ എന്ന് ദേവകിയമ്മ ചോദിച്ചപ്പോൾ അവൾ ഇല്ലെന്ന ഭാവത്തിൽ തലയിൽ കൈവച്ച് നിന്നു. ദേവകിയമ്മ അകത്തുനിന്ന് അവളുടെ ടിഫിൻ ബോക്സ് എടുത്ത് അവൾക്കരികിലേക്ക് ചെന്ന് ബാഗിൽ വെച്ച് കൊടുത്തു. അവളുടെ നെറുകയിലൊരു ഉമ്മയും കൊടുത്തു. ഇത് കണ്ട നന്ദുവിന് ദേഷ്യം ഇരച്ചു വന്നു. തന്റെ അമ്മ വെളുപ്പിനുണ്ടാക്കിയ ഭക്ഷണം അവൾ കഴിച്ചില്ല. അമ്മ ഉണ്ടാക്കി വെച്ച് കൊണ്ടുപോവുകയില്ല. പിന്നെന്തിനാ അമ്മയ്ക്ക് അവളോട് ഇത്ര സ്നേഹം? അഹങ്കാരി. എന്തുകൊണ്ടോ അങ്ങനെ വിളിക്കാനാണ് നന്ദുവിന് തോന്നിയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അമ്മയുടെ യാത്രയും പറഞ്ഞിറങ്ങിയവൻ തന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന അമ്മുവിനെയും അനുവിനെയും. അവരും കണ്ടിരുന്നു നന്ദുവിന്റെ കാറ് കടന്നു പോകുന്നു. വൈകിട്ട് വീട്ടിൽ വന്ന് കോളേജ് വിശേഷങ്ങൾ അനു ദേവകിയമ്മയോട് പറയുമ്പോഴായിരുന്നു നന്ദു കയറി വന്നപാടെ ചായ ചോദിച്ചുകൊണ്ട് അവൻ മുറിയിലേക്ക് ഫ്രഷ് ആവാൻ പോയി. ഫ്രഷായി തുണി മാറി താഴെ വരുമ്പോൾ കണ്ടു ടേബിളിരിക്കുന്ന ആവി പറക്കുന്ന ചായയും ഏത്തക്കാവറ്റിലും. അപ്പോഴും കോളേജ് വിശേഷങ്ങൾ ദേവകിയമ്മയുടെ ചെവിയിലായി സംസാരിക്കുന്ന അനുവിനെ കണ്ടതും അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എന്തുകൊണ്ടോ അവൻ അവിടെ നിന്നുകൊണ്ട് അലറിപ്പോയി. അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പോ നോക്കിയാലും കഥ പറച്ചിൽ തന്നെ. ഇനി എന്റെ അടുത്തെങ്ങാനും ഇരുന്ന് അലച്ചാ അപ്പുറത്ത് പോ 2 എണ്ണം
ദേവകിയമ്മ അവൻ എഴുന്നേറ്റ് ഹാളിലേക്ക് വന്നിരുന്ന് അവിടെ ഇരുന്ന് കഥ പറയാൻ തുടങ്ങി. ചായ കുടിച്ചിട്ട് നന്ദു അവന്റെ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. എന്നാൽ താൻ അവന്റെ മുറിയിൽ കയറുന്ന അവന് ഇഷ്ടമില്ലെന്ന് മനസ്സിലാക്കിയാനും ഇപ്പോൾ നന്ദു ഉറങ്ങിയതിന് ശേഷം മാത്രമേ അവന്റെ മുറിയിൽ ചെല്ലാറുള്ളൂ. അവനുള്ളിരുന്നതിന് മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. അതുകൊണ്ട് തമ്മിലുള്ള ആ കാണലും അവൾ അവസാനിപ്പിച്ചിരുന്നു. നന്ദുവിന് അതൊരു ആശ്വാസമായിരുന്നു. അന്ന് രാത്രി കിടക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഒരു കേസിന്റെ ഫയൽ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നെന്ന് അവൻ ഓർത്ത്. അതിന് വെളുപ്പിനെ ചെയ്യാൻ വേണ്ടി അലാറം സെറ്റ് ചെയ്യാൻ അവൻ ഫോൺ കയ്യിലെടുത്തത് 5 മണി എന്നുള്ള അവൻ 4 മണിയിലേക്ക് മാറ്റിയിരുന്നു. ഇതൊന്നും അറിയാതെയായിരുന്നു അവന് കിടക്കാൻ റൂമിലേക്ക് വന്ന്. വെളുപ്പിന് 4 മണിക്ക് അലാറം അടിച്ചപ്പോൾ നന്ദു എഴുന്നേറ്റ് അലാറം ഓഫ് ചെയ്ത ശേഷം റൂമിലേക്ക് ശ്രദ്ധിച്ചപ്പോഴാണ് അനുവിനെ സെറ്റിൽ കാണുന്നില്ലെന്ന കാര്യവും മനസ്സിലാക്കിയത്. പെട്ടെന്ന് തന്നെ ഒരു ഭയത്തോടെ അവൻ അമ്മയുടെ റൂമിലേക്ക് ഓടി. അമ്മ ഉറങ്ങുമ്പോഴും അവിടെ അവളെ കാണഞ്ഞതും അവനൊരു നിമിഷം ഭയന്നു. പെട്ടെന്നാണ് അടുക്കളയിൽ പാത്രങ്ങളുടെ തട്ടുമുട്ടും കേട്ടത്. അവൻ അടുക്കള വാതിക്കിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കണ്ടത് കൊളിച്ചീറനായി തലയിലൊരു ടവലും കെട്ടി അടുക്കള ജോലിയിലേക്ക് കടക്കുന്ന അനുവിനെയാണ്. ഒരു നിമിഷം അവൻ അവളെ നോക്കി നിന്നു. ഓരോ കാര്യങ്ങളും തന്മയത്വത്തോടു കൂടി തന്നെയായിരുന്നു അവൾ ചെയ്തിരുന്നത്. അടുപ്പിൽ നിന്നും ചായ ഇറക്കി ഫ്ലാസ്കിലേക്ക് പകർന്നു വെച്ചിട്ട് ദോശക്കല്ലിന്മേൽ മാവ് കോരി ഒഴിച്ച് ദോശ ചുട്ടെടുക്കുന്നു. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ കുക്കറിലേക്ക് കയറ്റി അടുപ്പിലേക്ക് വെക്കുന്നു. ചോറ് വെക്കുന്നതിന് വേണ്ടിയുള്ള വെള്ളം അടുപ്പിൽ കിടന്ന് തിളക്കുമ്പോൾ അതിലേക്ക് അരിയിടുന്നു. എല്ലാം വളരെ വേഗത്തിൽ ചെയ്യുന്നവളെ അവൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. കൊച്ചുകുട്ടിയെന്ന് മുദ്ര കുത്തപ്പെടുമ്പോഴും അവളിലെ പെണ്ണിനെ താൻ ഒരിക്കലും കാണാൻ ശ്രമിച്ചിട്ടില്ല. ബാംഗ്ലൂരിലെ വീട്ടിൽ അമ്മയില്ലാതെ വളർന്നവൾ ഒരു കുടുംബം നോക്കാൻ പ്രാപ്തിയായിരിക്കുന്നു എന്ന് താൻ മനസ്സിലാക്കിയിരുന്നില്ല. അതിൽ നിന്ന് അവനൊരു കാര്യം വ്യക്തമായി. അവൾ ഈ വീട്ടിൽ വന്ന നാൾ മുതൽ അവളാണ് ഈ വീടിന്റെ അടുക്കള ഭരണം ഏറ്റതും ഭക്ഷണം ഉണ്ടാക്കിയതും കറികളിൽ രുചിക്ക് വ്യത്യാസം വന്നതും. താൻ പലപ്പോഴായി അമ്മയോട് സൂചിപ്പിച്ചിട്ടുള്ളതാണ് കറികൾക്ക് രുചി കൂടിയിട്ടുണ്ട്. പക്ഷെ അത് ഇവളുടെ കൈപുണ്യമാണെന്ന് താൻ ഒരിക്കൽ പോലും അറിഞ്ഞിരുന്നില്ല. അമ്മ പറഞ്ഞതുമില്ല. അവളുണ്ടാക്കിയാൽ ഞാൻ കഴിക്കില്ലെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അമ്മ പറയാഞ്ഞത്. എത്രയോ തവണ ഞാൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നു അടുക്കള കയറി അമ്മയുടെ കൂടെ ഒന്നും ചെയ്യില്ലെന്ന്. പക്ഷെ താൻ അറിഞ്ഞിരുന്നില്ല അവളാണ് ഈ അടുക്കള നോക്കിയിരുന്നെന്ന്. നേറുന്ന നെഞ്ചിന് ഭാരം കൂടിയത് അവൻ അറിഞ്ഞു. തന്റെ ഭാര്യയായിരുന്നിട്ടും തന്റെ മുറിയിൽ പോലും അവൾക്കൊരു അവകാശം കൊടുത്തിരുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ മുന്നിൽ വരരുതെന്നും കട്ടായം അവളോട് പറഞ്ഞപ്പോഴും ആ നെഞ്ച് പിടഞ്ഞു കാണില്ല. കോളേജിൽ പോകുമ്പോൾ സിന്ദൂരമണിയിരുന്നെന്ന് താൻ അവളോട് ആജ്ഞാപിച്ചപ്പോൾ ആ കണ്ണുകൾ നിറയുന്ന താൻ കണ്ടതാണെങ്കിലും കണ്ണിൽ നിന്ന് നടിച്ചു. ഒരിക്കൽ അമ്മയും അവളും അമ്മേനെയും കൂട്ടി താൻ അമ്പലനടയിൽ പോയപ്പോൾ തന്റെ സീനിയർ ഓഫീസർ കണ്ട് ഫാമിലിയെ പരിചയപ്പെടാൻ വന്നു. അമ്മയെ പരിചയപ്പെടുത്തിയ ശേഷം ചിറ്റപ്പന്റെ മക്കളെന്ന് പറഞ്ഞ് അവരെയും പരിചയപ്പെടുത്തി. എന്നാൽ തന്റെ ഭാര്യ എന്നൊരു പദവി അവൾക്ക് അവിടെയും കൊടുത്തിരുന്നില്ല. അന്നു മുതലാണ് അവൾ തന്നോട് അകന്നു തുടങ്ങിയത്, തന്റെ മുമ്പിൽ വരാതെ ഇങ്ങനെ. എന്നാൽ താൻ അതിൽ ഒരുപാട് സന്തോഷിച്ചു. പക്ഷെ ഇപ്പോഴോ പെട്ടെന്ന് തന്നെ അവർ റൂമിലേക്ക് തിരിച്ചുപോയി തന്റെ പേപ്പർ വർക്ക് ചെയ്യുന്നതിൽ മുഴുകി. എങ്കിലും ഒരു കരടായി തന്നെ അവളുടെ മുഖം മനസ്സിൽ അങ്ങനെ തറഞ്ഞു കിടന്നു. അന്ന് രാവിലെയും താൻ ഡ്യൂട്ടിക്ക് പോയി യൂണിഫോം ഇട്ട് താഴെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ പടികൾ ഓടിയിറങ്ങി വരുന്നവളെ കണ്ടു. ഒരു നീല ചുരിദാറായിരുന്നു അവരുടെ വേഷം. കഴുത്തിലെ മാല ഷോളിനടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. നെറുകയിലെ സിന്ദൂര ചുവപ്പ് കാണാനില്ല. എന്തോ വല്ലാത്തൊരു വിഷമം തോന്നിയവന്. ഓടിയിറങ്ങി വന്നവൾ തന്നെ ഒരു നോക്ക് പോലും നോക്കാതെ മുന്നോട്ടേക്ക് നടന്നുപോയി. പെട്ടെന്നായിരുന്നു. ദേവകിയമ്മ ചോദിച്ചു, നീ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടോ? ഉണ്ടെന്ന് തലയാട്ടിക്കൊണ്ട് അവൾ നടന്നുപോയി. തന്റെ കാറിൽ യാത്ര ചെയ്യുമ്പോഴും അവളുടെ മുഖം മനസ്സിൽ മിന്നിമാഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് അമ്മുവനുവും മേലേപ്പാട്ട് കുടുംബക്ഷേത്രത്തിൽ നിന്നും പടികൾ ഇറങ്ങി വരുന്നവൻ കണ്ടത്. കാറ് സൈഡിലേക്ക് ഒതുക്കാൻ ഡ്രൈവറോട് പറഞ്ഞുകൊണ്ട് അവൻ അവരെ നോക്കിയിരുന്നു. ഇലയിൽ നിന്നും ചന്ദനമെടുത്ത് നെറ്റിലിടാൻ പോകുന്നവൾ നോക്കി നിന്നപ്പോൾ അവൾ വീണ്ടും ഇലച്ചീനിൽ നിന്നും കുങ്കുമം എടുത്ത് അവളുടെ മുടിയിഴകൾക്കിടയിലേക്ക് തൊടുന്നു കണ്ടു. ഒരു നിമിഷം ആ കാഴ്ച കണ്ടപ്പോൾ അവന്റെ മനസ്സൊന്ന് കുളിർന്നു. തനിക്ക് വേണ്ടി, തന്റെ ആയുസ്സിനു വേണ്ടി, തന്റെ ആരോഗ്യത്തിന് വേണ്ടി മുടിയിഴകൾക്കിടയിൽ സിന്ദൂരം തൊടുന്നവൾ. ഇരുവരും നടന്ന് കാറിന്റെ അടുത്തെത്തിയപ്പോഴാണ് അവർ ആ കാറൊന്ന് ശ്രദ്ധിച്ച്. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നവനെ കണ്ടതും അവർ രണ്ടുപേരും ഞെട്ടി. അനു അവനിലേക്ക് നോട്ടം പതിപ്പിച്ചില്ലെങ്കിലും അവൻ അവളെ നോക്കാൻ മറന്നിരുന്നില്ല. അവൻ ഗൗരവത്തോടെ ചോദിച്ചു, എന്താ ഇവിടെ സമയത്രയായി? ഇനി എപ്പോഴാ കോളേജിലെത്തുന്നത്? ബസ് ഇട്ടിന് അവിടെ ചെല്ലുമ്പോഴേക്കും വൈകില്ലേ? ഇനിയിപ്പോ ഞാൻ ലിഫ്റ്റ് തരാം. നന്ദുവിന്റെ വാക്കിൽ കേട്ടതും അമ്മുവിന്റെ അനുവിനെയും കണ്ടുകളിയിരുന്നു. ഈ കാലം കൂടെ ഇത്രയും മാറ്റം വന്നെപ്പോഴാ? അനുവിന്റെ ചെവിയിലായി അമ്മ ചോദിച്ചു. എന്താണ് നീ ഇങ്ങനെ കരക്കി കൊടുത്ത്? വിഷം. കലിപ്പോടെയുള്ള അനുവിന്റെ സംസാരം കേട്ടതും അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല. പറഞ്ഞു കേട്ടില്ലേ, വണ്ടി കയറാൻ. നന്ദുവിന്റെ ആലർച്ചയിലാണ് ഇരുവർക്കും ബോധം വന്നത്. ഇന്നോവ ക്രിസ്റ്റയുടെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തപ്പോൾ ആദ്യം അമ്മുവാണ് വണ്ടിയിലേക്ക് കയറിയത്. പിന്നീട് അനുവും അവളുടെ അടുത്തായി നന്ദുവും സ്ഥാനം ഉറപ്പിച്ചു. ആ യാത്രയിൽ അവളുടെ നീളമുള്ള മുടി അവന്റെ മുഖത്തേക്ക് പാറി വീണുകൊണ്ടിരുന്നു. ഡോറിന്റെ ഒരു സൈഡിലേക്ക് നോക്കിയിരുന്നുകൊണ്ട് അവളത് കണ്ടിരുന്നില്ല. എന്നാൽ നന്ദു ആ മുടിയിൽ നിന്ന് വമിക്കുന്ന കാച്ചെണ്ണയുടെയും അവളിലെ ബ്ലൂ ലേഡി പെർഫ്യൂമിന്റെയും സമ്മിശ്ര ഗന്ധത്തിൽ ലയിച്ചു പോയിരുന്നു. അവളിലെ ആ മാസ്മരിക ഗന്ധം അവനിലെ പുരുഷനെ ഉണർത്താൻ ശേഷിയുള്ളതായിരുന്നെന്ന് അവൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. കാറ് സ്പീഡ് കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോളേജ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നു. ഡോർ തുറന്നിറങ്ങി വരുന്നവർ അവനും നോക്കി. അമ്മു പെട്ടെന്ന് തന്നെ പറഞ്ഞു, ബൈ ഏട്ടാ, പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു.
എന്നാൽ ഒരക്ഷരം പോലും പറയാതെ തന്നെയൊന്ന് നോക്കാൻ നടന്നു പോകുന്നവളെ അവൻ കണ്ണിമച്ചിമാ നോക്കി നിന്നു. അവന്റെ മാറ്റം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഓഫീസ് ക്യാബിലിരിക്കുമ്പോഴും അവന്റെ ഓർമ്മകളിൽ അവിടെ ചിന്തകൾ ഉടക്കിന്നിരുന്നു. ആനന്ദ് കയറി വന്നപ്പോഴും സല്യൂട്ട് ചെയ്തപ്പോഴും താൻ അറിഞ്ഞിരുന്നില്ലെന്നാണ് സത്യം. അത്രയും അവളിൽ അടിമപ്പെട്ടു പോയിരുന്നു, അവളുടെ ആ ഗന്ധത്തിൽ. എന്തുപറ്റി? വിവാഹിതനായ ശേഷം ഭയങ്കര കളിച്ചിരിക്കാണ് നന്ദു സാറിന്. ആനന്ദിന്റെ സംസാരത്തിലാണ് നന്ദു സ്വഭാവത്തിലേക്ക് വന്നത്. നന്ദു തന്നെ ചമ്മൽ മറക്കാനെന്ന വണ്ണം ആനന്ദിനോടായി ഗൗരവത്തിൽ പറഞ്ഞു. എന്തായി ഇന്നലെ പിടിച്ച കേസിന്റെ കാര്യം? FIR കോർട്ടിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് സാർ എന്ന് പറഞ്ഞ് സല്യൂട്ട് അടിച്ചുകൊണ്ടാവും പുറത്തേക്ക് പോയി. അപ്പോഴും നന്ദു ഗൗരവത്തിൽ തന്നെയായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നന്ദു ഫ്രഷായി ചായ കുടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് വന്ന് നിന്നു. ഇന്നത്തെ ദിവസം താൻ പെണ്ണിനെ കണ്ടിട്ടേ ഇല്ല. അവൾ ഇവിടെ ഉണ്ടെന്ന് വ്യക്തമാണ്, എന്നാൽ തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നില്ല. കൂട്ടിന് അമ്മ ഉണ്ട്, അതായിരിക്കും കാര്യം. തങ്ങളുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അമ്മ താമസം അവളുടെ വീട്ടിലേക്ക് തന്നെ മാറ്റിയിരുന്നു. ഇടയ്ക്കെപ്പോഴും അമ്മ പറയുന്ന കേട്ടു അടുത്ത മാസം എക്സാം തുടങ്ങുന്നതിനാൽ രണ്ടുപേരും കമ്പയർ സ്റ്റഡി വേണമെന്ന്. അതുകൊണ്ടാവാം അവൾ വീണ്ടും ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്ത്. ഫുഡ് കഴിക്കുമ്പോഴും അവൾ തനിക്ക് മുമ്പിൽ ഇപ്പോൾ വരാറില്ല. എന്നാൽ കിടക്കാൻ റൂമിൽ വരാതിരിക്കില്ല എന്ന ചിന്തയായിരുന്നു അവന്. എന്നാൽ പതിവ് തെറ്റിച്ചുകൊണ്ട് അവൾ കിടക്കാൻ റൂമിൽ വന്നില്ല. നന്ദു ഫുഡ് കഴിച്ച് റൂമിൽ വന്ന് എന്തിനോ കാത്തിരുന്നു. എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. അവൻ 5 മണിയുടെ അലാറം അടിച്ചതിനാൽ ചാടി എഴുന്നേറ്റ് ആദ്യം നോക്കിയത് അവളെയാണ്. അവൾ റൂമിൽ വന്ന ഒരു ലക്ഷണവും അവൻ അവിടെ കണ്ടിരുന്നില്ല. അമ്മുവിന്റെ കൂടെ കമ്പൈൻ സ്റ്റഡികൾ കൊണ്ട് അവിടെ തന്നെ കിടന്നു കാണും. രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായി വന്ന അവൻ ഭക്ഷണം കഴിക്കാൻ ടേബിൾ സെക്ഷനിൽ ഇരുന്നപ്പോഴായിരുന്നു അമ്മുവും അമ്മയും തമ്മിലുള്ള സംഭാഷണം നന്ദു ശ്രദ്ധിച്ച്. നന്ദു കേൾക്കുന്നതിന് വേണ്ടി അമ്മു ഉറക്കിയ ദേവികമ്മയോട് പറഞ്ഞു, മരുമകൾക്ക് കോളേജിൽ ഒരുപാട് ഫാൻസ് ഉണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോ. ഇന്നലെ ഞങ്ങളുടെ ക്ലാസ്സിലെ രൂപേഷ് അനുവിന് പൂ കൊടുത്തു. ചെക്കനെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ, കല്യാണം കഴിഞ്ഞാണെന്ന് ക്ലാസ്സിൽ ആർക്കും അറിയില്ലല്ലോ. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ തലയിൽ റെഡ് സിഗ്നൽ ഇടുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, അതനുവിനെ നിശ്ചയിച്ചുകൊണ്ട് ഇനി ആ ആമ്പിളേര് പൂ കൊടുത്തോണ്ടേ ഇരിക്കും. പോലീസ് എട്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പെണ്ണുപിള്ളക്ക് പൂ കൊടുക്കാൻ നാട്ടിൽ ആമ്പിളേര് തന്നെ വേണമെന്നാ ഇപ്പോഴത്തെ അവസ്ഥ. അത് പറഞ്ഞുകൊണ്ടായിരുന്നു അമ്മുവിന്റെ അരികിലായി ഫുഡ് കഴിക്കാൻ വന്നിരുന്നു. എന്നാൽ അനുവിനെ മാത്രം അവനവിടെ കണ്ടില്ല. അമ്മുവും നന്ദവും ഫുഡ് കഴിച്ച് കൈ കഴുകിയ ശേഷം പോവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. തങ്ങളുടെ കൂടെ കഴിക്കാൻ അനുവിനെ കാണാത്ത് അവന്റെ മനസ്സിൽ നേരിയൊരു വിഷമം ഉണ്ടാക്കിയിരുന്നു. പതിവ് പോലെ തന്നെ അനു പണികൾ ഓടിയിറങ്ങി വന്ന് ബാഗും എടുത്ത് അമ്മുവിനെയും കൂട്ടി ദേവകി അമ്മയ്ക്ക് ഒരു മുത്തം കൊടുത്ത് കോളേജിലേക്ക് പോയി. നന്ദു എന്നൊരാൾ അവിടെ നിൽക്കുന്നതായി പോലും അവൾ ഭാവിച്ചിരുന്നില്ല. അവൾ പോയതും നന്ദു അമ്മയോട് തിരക്കി. അവൾ രാവിലെ ഭക്ഷണം കഴിക്കാറുണ്ട്? ഇപ്പൊ രാവിലെ അവൾ ഭക്ഷണം കഴിക്കില്ല, ക്യാൻറ്റീനിൽ നിന്നാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദേവകി അമ്മ അകത്തേക്ക് പോയി. കുറച്ച് സമയം അവിടെ നിന്ന് ആലോചിച്ച ശേഷം അവനും ദേവകി അമ്മയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു, അനുവിനുള്ള ഫുഡ് എടുത്തോളൂ, ഞാൻ പോകുന്ന വഴിക്ക് കൊടുത്തേക്കാം. അത് കേട്ട് ദേവകി അമ്മ അതിശയത്തോടെ തന്റെ കയ്യിലൊന്ന് ഉള്ളി നോക്കി. ആ നോവുന്നുണ്ട്. അപ്പൊ താൻ കേട്ട സത്യം തന്നെയാ. നന്ദു അനുവിന് ഫുഡ് കൊടുക്കാന്നല്ലേ പറഞ്ഞ്? ഇനി താൻ കേട്ട് തിരിഞ്ഞു പോയതാണെന്ന സംശയം ഒന്നുകൂടെ ബലപ്പെടുത്തി ദേവകി അമ്മ. പറഞ്ഞു കേട്ടില്ലെന്നുണ്ടോ? വേഗം ഫുഡ് എടുക്ക്. ദേഷ്യത്തോടെയുള്ള നന്ദുവിന്റെ സംസാരത്തിൽ നിന്നും അവർക്ക് മനസ്സിലായി സത്യം തന്നെയാണെന്ന്. എടുത്തുകൊടുത്ത ടിഫിൻ ബോക്സുമായി കാറിലേക്ക് കയറുന്നവനെ അതിശയത്തോടെ നോക്കിയെന്ന ദേവകിയമ്മ പറഞ്ഞു. നന്ദു എന്റെ മോനൊക്കെ ശരി തന്നെ, വെട്ടുപോത്തിന്റെ സ്വഭാവ. എന്റെ അനുക്കൊച്ചിനെ നീ തന്നെ കാത്തോണെ എന്റെ തമ്പുരാനെ, ഈ കലിപ്പന്റെ കയ്യിന്ന്. കോളേജിലെത്തിയ ശേഷം ലൈബ്രറിയിലും കോമ്പൗണ്ടിലുമായി കുറെ നേരം അമ്മുവനും വായി നോക്കി നടന്നതിന് ശേഷമായിരുന്നു ക്ലാസ്സിലേക്ക് കയറിയത്. അപ്പോൾ അവിടെ കണ്ടു അനുവിനെ നോക്കി കണ്ണിമ വെട്ടാതിരിക്കുന്ന രൂപേഷിനെ. രൂപേഷിന്റെ ആ നോട്ടം കണ്ട ഉടൻ വല്ലാത്തൊരു ദേഷ്യം തോന്നി അനുവിന്. അതവൾ പ്രകടിപ്പിച്ചത് അമ്മുവിന്റെ അടുത്ത് മുഖം വീർപ്പിച്ചുകൊണ്ടായിരുന്നു. കാര്യം മനസ്സിലാക്കിയ അമ്മു അനുവിനോട് പറഞ്ഞു, പോട്ടിനി പാവം, അവസാനത്തെ നോട്ടല്ലേ, നോക്കി ആസ്വദിച്ചോട്ടെ. ഇത് കേട്ടെന്ന് അനുവളോട് ചോദിച്ചു, നീ എന്താ പറഞ്ഞു? അവസാനത്തെ നോട്ടോ? ഇത് കേട്ട് അമ്മ അനുവിനെ ഒന്ന് തൊഴുതുകൊണ്ട് പറഞ്ഞു, ഒന്നുമില്ല എന്റെ തമ്പുരാനേ. ഫസ്റ്റ് അവർ മലയാളമായതുകൊണ്ട് തന്നെ ചിലരുടെ ഉറക്കം പല വിധത്തിലായിരുന്നു. കോട്ടുവായിടുന്നവരും കൂർക്കം വലിക്കുന്നവരും നിശബ്ദമായി ഉറങ്ങുന്നവരും ആ ക്ലാസ്സിന്റെ ഒരു അഴക് തന്നെയായിരുന്നു. ചാക്കോ മാഷിന്റെ മലയാളം ക്ലാസ് താരാട്ട് പോലെയാണെന്നാണ് അമ്മുവിന്റെ പ്രഖ്യാപനം. അതുകൊണ്ടാണല്ലോ ഇത്രയധികം സുഖനിദ്ര ആ ക്ലാസ്സിൽ കിട്ടുന്നത്. ആ ഉറക്കത്തെ ഭേദിച്ചുകൊണ്ടായിരുന്നു SP ശ്രീനന്ദ് ബാലൻ IPS ആ ക്ലാസ് റൂമിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ചാക്കോ മാഷിന്റെ കണ്ണുകൾ ക്ലാസ് വാതിൽക്കിലേക്ക് നീങ്ങിയതും എല്ലാ കണ്ണുകളും വാതിലേക്ക് പോയി. യൂണിഫോമിൽ നിൽക്കുന്ന പോലീസ് ഓഫീസറെ കണ്ടപ്പോഴേക്കും ചാക്കോ മാഷ് ഒന്ന് ഞെട്ടിയിരുന്നു. എന്നാൽ നന്ദുവിന്റെ ഘനഗാംഭീര്യമായ ശബ്ദം ഉയർന്നു കേട്ടു. എക്സ്ക്യൂസ് മീ സർ. യെസ്, ചാക്കോ മാഷും പറഞ്ഞു. എന്റെ മിസ്സിസ് ഈ ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവൾക്ക് ഫുഡുമായിട്ട് വന്നാ ഞാൻ. എന്നാൽ അത് കേട്ടിരുന്ന അനുവിന്റെ കിളികൾ കൂടും കുടുക്കയും എടുത്ത് പറന്നുപോയി. കാത്തിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.